Good evening. Good evening, ma'am. Good evening, sir. Good evening. Okay, we'll start with our prayer. ഞാൻ ആ PDF ഒന്ന് റെഡിയാക്കി വെക്കുവാണേ. അത് ഞാൻ മിണ്ടാതിരിക്കുന്നത്. സ്ക്രോൾ ചെയ്യാൻ ഇച്ചിരി പണി. ഫുൾ യൂണിറ്റ്സും കൂടെ വന്നത് കാരണം. ഓക്കെ, നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. So, anyone who is ready to do prayer, please. Dear God, keep me happy today. Dear God, help me to do works. Dear God, bless me my parents. Dear God, bless me my teachers. Dear God, bless me my friends. Dear God, bless me also. And keep us all in happiness. Thank you, God, for everything. സോ ഒരു 20 ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് മോഡ്യൂൾ 3 ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാനും അശ്വതി മിസ്സും കൂടെ പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ ശരണ്യ മിസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കതൊരു ജസ്റ്റ് കുറച്ച് കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരണ്യ മിസ് ഞാൻ മോഡ്യൂൾ എടുക്കട്ടെ, സിലബസ് എടുക്കട്ടെ. ശരണ്യ മിസ് നിങ്ങൾക്ക് പാർട്ട് 3 മറിയ മോണ്ടിസോറി എന്നുള്ള യൂണിറ്റ് എടുത്തു. അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് യൂണിറ്റ് 2 ട്രഡീഷണൽ അതും എടുത്തു. ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എടുത്തോ? മാം ഇല്ല മിസ്സേ, രണ്ടാമത്തെ ചാപ്റ്റർ വരെ എടുത്തിട്ടുള്ളൂ. ഏതാണ്? രണ്ടാമത്തെ ചാപ്റ്റർ വരെ എടുത്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഞാനിന്ന് സൈൻ ചെയ്യാം. മാം കയറാൻ വൈകി മാം. അപ്പൊ സൈൻ ആണോ ആദ്യം ചെയ്യണ്ടേ, പ്രയർ ആണോ ആദ്യം ചെയ്യണ്ടേ? പ്രയർ കഴിഞ്ഞു. 2 പ്രാവശ്യം പ്രയർ ചെയ്തു പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അപ്പൊ ആദ്യം ആള് പ്രയർ ചെയ്തോട്ടെ അല്ലെ, എന്നിട്ട് പിന്നെ ഞാൻ സൈൻ ഇൻ ചെയ്യാം. ഓക്കെ മാം, ക്യാമറ ഓൺ ആക്കാം കേട്ടോ. എല്ലാരും ഡെമ്മി ഒന്ന് പിൻ ചെയ്തു. അയ്യോ മാം. Good evening, ma'am. യെസ്, ഗുഡ് ഈവനിങ് മാം. ചെറിയൊരു പ്രശ്നം ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. എന്താ സ്മിത പറഞ്ഞേ? അങ്ങോട്ട് കേറിയതേ ഉള്ളതാ. ഓക്കെ, നമ്മുടെ സിയ പ്രെയർ ചെയ്തു. അപ്പോഴേക്കും രമ്യ ജോയിൻ ചെയ്ത് അപ്പോഴായിരുന്നു. രമ്യയുടെ മോള് പ്രെയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ആളൊന്ന് റെഡി ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അറിവിൻ പ്രവാഹമേ നീ തുണർച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളെ നീ കാവലാകണമേ. പുതിയ പ്രഭാതം വിടരുവാനായി പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി നന്മകൾ നിറയും ഈ പൂങ്കാവുകൾ സ്നേഹം വിതയ്ക്കും വയലേലകൾ ഞങ്ങൾ തെന്മലതാലിലെന്നുമെന്നും അക്ഷര പൊരുളിൻ പ്രഭയേകണേ.
അക്ഷര പൊരുളിൻ പ്രഭയേകണേ അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അറിവിൻ പ്രവാഹമേ നീ തുണർച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളെ നീ കാവലാകേണമേ. താങ്ക് യു. ലവ്ലി ഓടിപ്പോയോ? നന്നായിട്ടിരുന്നു കേട്ടോ മോളെ, നല്ലതായിട്ടുണ്ട്. നല്ലൊരു നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം വരച്ചു. ഓക്കെ, സോ രമ്യ ഇറ്റ്സ് ഓവർ. സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ ഇല്ലേ? മാം ക്യാമറയുടെ ഇഷ്യൂ കാരണം ഞാൻ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കേറാട്ടോ. ഇന്ന് അവിടെ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, വീണ്ടും പാടും. ഞാന് ഇപ്പോഴത്തെ ഒരു ബാച്ച് MT7, നിങ്ങൾ MT3 ആണല്ലോ. അതിനകത്ത് സൈൻ ഇൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ടൈം 2 പേര് ജോയിൻ ചെയ്യും. അവര് വീഡിയോ ഓൺ ചെയ്ത് 2 പേര് 2 സ്ഥലത്തായിരിക്കുന്നത്, 2 പാർട്ടിസിപ്പൻസ്, 2 ട്രെയിനീസ് സൈൻ ഇൻ ചെയ്തു. ഇന്ന് അവര് 6 പേരായിരുന്നു, 6 ഗോർജിയസ് ലേഡീസ്. എന്തായിരുന്നു ഒരു ക്ലാസ് റൂമിലെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾക്കും വെറൈറ്റി ആയിട്ട് പലതൊക്കെ ചെയ്യാം. ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ച്. എല്ലാവരും ഒന്നിനൊന്ന് ഇതായിട്ട് പെർഫോം ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്യാണ്. പിന്നെ മേ ബി ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും കേട്ടോ, മറ്റേത് പകലാണേ. അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം, കുട്ടികൾ സ്കൂളിൽ പോയി, ജോലിക്ക് പോകേണ്ടവരൊക്കെ ജോലിക്ക് പോയി, നല്ലൊരു പ്രൈവസി കിട്ടുന്നതുകൊണ്ടായിരിക്കാം മേ ബി അവർ അത്രയും ഒരു എനർജറ്റിക്. ഇപ്പൊ ഈ നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോർണറിൽ വന്നിരിക്കുകയായിരിക്കും ക്ലാസ് കേൾക്കാനും ഞാനും ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട്. പലപ്പോഴും എന്റെ സൈഡിൽ നിന്നും വീട്ടിലെ പല ഡിസ്റ്റർബൻസ് വരാം. അവര് ഓർക്കില്ല, TV വെക്കുന്നു, അതിന്റെ ശബ്ദം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരാം. സോ പകൽ ടൈം എന്ന് പറയുമ്പോൾ പകൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാനും ഭയങ്കര ഒരു പ്രൈവസിയാണ്, വേറെ ഡിസ്റ്റർബൻസസ് ഒന്നുമില്ല. നൈറ്റ് ആകുമ്പോൾ നമുക്ക് 9 o'clock കഴിയുമ്പോഴേക്ക് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും ഇവരുടെ പല ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അത്തോട്ട് ഇങ്ങനെ വരും 9 o'clock ആകുമ്പോഴും. നിങ്ങൾക്കും അതാണ്, എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സോ രമ്യ ജോയിൻ ചെയ്യട്ടെ. മാം, രമ്യ കയറുന്നതിന് മുന്നേ ഞാനൊരു തോട്ട് ഫോർ ദ ഡേ പോലെ ഒരു ബുക്ക് റിവ്യൂ തരട്ടെ? ഷുവർ, തീർച്ചയായിട്ടും. എന്നെ ഒന്ന് പിൻ ചെയ്താൽ എല്ലാവർക്കും കാണാം. ബുക്കിന്റെ പേര് ദി മാജിക്. മാം ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. എന്റെ കയ്യിൽ ബുക്ക് ഉണ്ട്, 2 ഉണ്ട്. എന്റെ ലൈഫിൽ മാജിക് ഉണ്ടാക്കിയ ബുക്കാണ്. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വെരി ഗുഡ്. നമ്മൾ ഈ ടീമിലെ എല്ലാവരും കുറെ പേര് നെഗറ്റീവായിട്ട്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എത്ര പോസിറ്റീവ് ആവാൻ നോക്കിയാലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ നെഗറ്റീവ് ആവും. പക്ഷെ ഈ ബുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു പ്രാക്ടീസാണ്, 28 ഡേ പ്രാക്ടീസ് ആണ്. ഇത് നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മൾക്ക് എന്തില്ല എന്ന് പരാതി പറയണത് കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഉള്ളതിന് നമ്മൾ താങ്ക്ഫുൾ ആയി തുടങ്ങും. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ ഒരു മൈന്യൂട്ട്, ചിലപ്പോ നാളത്തെ രാവിലെ നമുക്ക് ആ ഒരു പുതിയൊരു പ്രഭാതം തന്നതിന് നമ്മൾ ആദ്യം താങ്ക്ഫുൾ ആവും. നമ്മൾ പക്ഷെ രാവിലെ എനിക്കാ തുടങ്ങും, അയ്യോ പണിയെടുക്കണല്ലോ, എനിക്ക് അത് ചെയ്യണല്ലോ, എനിക്ക് അതില്ല, എനിക്ക് വയ്യ. പക്ഷെ ഈ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഓരോ മിനിറ്റിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അത് നമ്മളുടെ ലൈഫിൽ മാജിക് ആയിരിക്കും കൊണ്ടുവരും. നമ്മളെപ്പോഴും അതൊരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഈ ബുക്ക് മേടിക്കാൻ എല്ലാവർക്കും പറ്റുമൊന്നുമില്ല. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോ ഞാനത് പ്രാക്ടീസ് ചെയ്തു 28 ഡേ. അപ്പോ അതിനുശേഷം ഞാനിപ്പോ നെഗറ്റീവ്സ് പറയൽ വളരെ കുറവാണ്. എപ്പോഴും ഓരോ സെക്കൻഡും ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാന്ന് ആരെങ്കിലും ചോദിച്ചാൽ അടിപൊളിയാണെന്ന് തന്നെയാ പറയാറ് ഇപ്പൊ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായി, അത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അത് വളരെ പോസിറ്റിവിറ്റിയാണ്. അതുപോലെ നമ്മുടെ ഡ്രീംസ്, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഡ്രീംസ് നമ്മളെപ്പോഴും നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും നമ്മൾക്ക് അതെടുത്ത് വായിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നു, യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളത് എൻ്റെ ലൈഫിലൂടെ എനിക്കിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇത് മേടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രാക്ടീസ് നമ്മുടെ യൂട്യൂബില് പലരും ഇട്ടിട്ടുണ്ട്, ഓരോ ഡേ പ്രാക്ടീസ്. അപ്പൊ ഈ ബുക്കിന്റെ ഇതെടുത്ത് നോക്കിയാൽ, അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഈ ബുക്ക് കിട്ടുമായിരിക്കും. കാരണം ഞാൻ ഇത് വാങ്ങിച്ചത് മേ ബി ഒറിജിനൽ ആവില്ല, ഒറിജിനൽ വേർഷൻ ആവില്ല. വാങ്ങിച്ചത് ഞാൻ മീഷോയിലെ ബുക്സിന്റെ സെഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ വാങ്ങി. ഞാൻ സീക്രട്ട് അങ്ങനെയാ മേടിച്ചത്. സീക്രട്ട് മാജിക് ബുക്ക് കുറച്ചൊരു ചെറിയ പ്രിന്റിലൊക്കെ ചെറിയ മാറ്റമുണ്ട്, പക്ഷെ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ശരിയാ. നമുക്ക് ആ ഒരു നല്ല വേർഷൻ കിട്ടില്ലായിരിക്കാം, പക്ഷെ ചെറിയ ഡാമേജ് ഉണ്ടാവും. പക്ഷെ നമുക്കത് എന്നാലും നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ റോണ്ട ബൈറിന്റെ ഈ 2 ബുക്സും ഭയങ്കര ഫേമസും ആണ്, വളരെ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇത് വായിക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ആയിരിക്കും. ജോയിൻ ചെയ്തോ? വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എമ്മി ജോയിൻ ചെയ്തായിരുന്നോ? യെസ് മാം, ചേച്ചി പറയട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ ഏട്ടാ മാം, എൻ്റെ ക്യാമറ ശരിയായിട്ടില്ല, മോള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മാം. ക്യാമറ ശരിയായില്ലേ? ക്യാമറ കാണാനോ? കാണാനില്ലേ മാം? കാണും. ആ ഓക്കെ. കൈ ക്യാമറയുടെ രീതിയിൽ മാറ്റിയോ? മ്യൂട്ടാണ്, മ്യൂട്ട്. എമ്മി മ്യൂട്ടാണ്. എമ്മി മ്യൂട്ടാണേ. ഹാപ്പി ഈവനിങ് ഓൾ. വെൽക്കം മാം. Welcome all my friends. Today, I am Demia. Today I am signing in. നമ്മൾ ഇന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് എന്താന്ന്, അതിനോടനുബന്ധിച്ചാണ് വാമപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആർ യു റെഡി ഫോർ വാമപ്പ്? ഓക്കെ. കൂടെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ കേട്ടോ. ആർക്കെങ്കിലും ക്യാമറ ഓണാക്കി വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓണാക്കി വെച്ചോളൂ. എന്നാലും കൂടെ ചെയ്യണ്ടോ എന്നുള്ളത് എനിക്കും കൂടി കിട്ടുള്ളൂ. എന്റെ ക്യാമറയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ഇന്നാളും, അത് കാരണം ഒന്നും പറ്റിയില്ല. ചെയ്യട്ടെ? കുട്ടീനെ കാണിക്കില്ലേ? അമ്മ കാണിക്കും. നമുക്ക് ആദ്യം ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് പോലെ, എല്ലാവർക്കും അറിയായിരിക്കും. ഞാനൊരു 4-5 വാമപ്പ ചെയ്യുന്നുള്ളൂ. എന്താ വാമപ്പ് എന്നറിയോ? നമ്മളൊരു എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യണതിന് മുന്നേ നമ്മുടെ ബോഡി അതിനൊന്ന് തയ്യാറാക്കി എടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യെസ്, ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് സെഷൻ ചെയ്യണേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മുടെ ശരീരം അതിനെ സജ്ജാക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഫുൾ ബോഡി എക്സസൈസ് ആയാലും സ്ട്രെങ്തനിങ് ആയാലും കാർഡിയോ ആയാലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശരീരം അതിനോട് ഒന്ന് എന്താ പറയുക പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒന്ന് വാമാക്കുക. അതിന് വേണ്ടി ചെയ്യണ ഒരു ചെറിയൊരു 4-5 എക്സസൈസ് ആണ് വാമപ്പ്. ചെറിയ മോൾക്ക് വയ്യാത്ത കാരണം ആളെ ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. സോറി ട്ടോ മാം, സോറി ഓൾ. മാം ആൾക്ക് മാമിന് പൂ തരണെന്ന്, അതിനൊക്കെ അറിയണേ. സമാധാനായി. ഇനി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ?
ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് പിന്നെ മോള് ക്യാമറ പിടിക്കുന്നത് ശരിയല്ല, അതിന്റെയും ഉണ്ട് ചെറിയൊരു ഇഷ്യൂ. സോറി. വെക്കാൻ പറ്റുമോ? ക്യാമറ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? ഫോൺ ആണെങ്കിൽ വെച്ചാലും ചെറിയ ആള് വന്ന് എടുക്കുകയെ. നമ്മള് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോണത്. അതായത് നമ്മൾ ഇങ്ങനെ 2 കൈയും താഴേക്ക് ഇടുക. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ക്യാമറ ഓൺ ആക്കി വെക്കുന്നുണ്ടോ? എനിക്കൊന്ന് കാണാൻ. ആരെങ്കിലും ചെയ്യാലോ? ഇരുന്നിട്ട് ചെയ്യാലോ? ഇല്ല, നിന്ന് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൈ 2 മുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് 1 മിനിറ്റ് മാം. നെറ്റിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ബഹളാ. 1 മിനിറ്റ്, ഞാൻ അവരൊന്ന് ഒതുക്കി ഇരുത്തട്ടെ കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. സുജാത ആ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം സാറ്റർഡേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പൊ ഞാൻ മീറ്റിങ്ങിന് കറക്റ്റ് ടൈമിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ക്യാബ് എടുത്ത് പോവുമായിരുന്നു, യൂബർ എടുത്ത് പോവുമായിരുന്നു. അപ്പം സാധാരണ ഞാൻ ക്യാബ് ഡ്രൈവേഴ്സിന്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അങ്ങനെ അധികം സംസാരിക്കില്ല. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് സംസാരിക്കും, ഞാൻ അങ്ങനെ അവരുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യാറില്ല. കുറച്ചങ്ങനെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ലേറ്റ് ആവും. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, 11:30 മീറ്റിംഗ്, ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. 11:45 നമ്മൾ എത്തില്ലേന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എത്തും. അപ്പൊ ഈ ഓൺ ദ വേ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിന്റെ കാര്യങ്ങള്, ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കിന്റെ കാര്യങ്ങള്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പുറത്തുള്ളവരെയൊക്കെ വിളിക്കേണ്ടതുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുകയാണ്. പുള്ളി ചോദിച്ചു, മാഡം എന്ത് ചെയ്യുവാന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ചു വന്നപ്പോഴേക്കും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന കാര്യവും സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തു അയാളോട് സംസാരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ പുള്ളിയുടെ കാര്യങ്ങൾ പറയായിരുന്നു. അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബെർലിനിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക. വൈഫ് അവിടെ പഠിക്കുവാണ്. അപ്പം ആള് ബെർലിനിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതി, അത് പാസ്സായി, ജോബ് റെഡിയായി, ജനുവരിയിൽ പോകും. അതുവരെയും ആ കോഴ്സ് പഠിക്കാൻ എറണാകുളത്ത് വന്നപ്പോ, മൂന്നാറുള്ള ആളാണ്, എറണാകുളത്ത് വന്നപ്പോ കുറച്ച് സമയം യൂബർ ഓടിക്കാനുള്ള ടൈം കിട്ടും. അപ്പൊ ഒരു ചെറിയൊരു ഇവിടെ കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം ആയല്ലോ. 2 കുട്ടികളുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും. അവര് മൂന്നാറ് വൈഫിന്റെ പാരന്റ്സിന്റെ കൂടെയാണ്. ഇയാളുടെ പാരന്റ്സ് ഗുജറാത്തിൽ. അപ്പൊ മൂന്നാറിൽ ഇവർക്ക് റിസോർട്ട് ഉണ്ട്, വയനാട്ടിൽ റിസോർട്ട് ഉണ്ട്, മൈസൂര് റിസോർട്ട് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റുന്ന റിസോർട്ടാണോ, വലിയ കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ എന്നാ നമ്പർ ഒന്ന് തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് നമ്പർ തരാനായിട്ട് പുള്ളി എന്തോ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക. എന്റെ കയ്യിലേക്ക് തന്നത് ഒരു ബുക്കായിരുന്നു, അയാളുടെ ബുക്ക്, അയാളുടെ 2ാമത്തെ ബുക്ക്. പുള്ളി എഴുതുന്ന ഒരാളാ. ആ ബുക്കിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബുക്കിന്റെ ഫ്രണ്ടില്, ബുക്കിന്റെ പേര് പഴം എന്നാണ്. ഫ്രണ്ടില് മലയാളത്തിൽ പഴം എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു കവറിങ്, ബാക്കില് ഫ്രൂട്ട് എന്ന് എഴുതിയിട്ട്. ബാക്ക് തിരിഞ്ഞിട്ടാണ് അതിന്റെ ഭാഗം. ഒന്നും കൂടെ ശ്രദ്ധിച്ചപ്പോ കണ്ടത് എന്താന്ന് വെച്ചാൽ അതിന്റെ മിഡിൽ വരെ മലയാളത്തിലെ സ്റ്റോറീസ്, സെയിം സ്റ്റോറിയുടെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിന് ബാക്ക് സൈഡിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബുക്ക് കാണുന്നതും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു, എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വായിക്കാനും തുടങ്ങി. അപ്പൊ ബുക്കിന്റെ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നപ്പോ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞു. കവർ കണ്ടിട്ട് ഒന്നും തോന്നണ്ട, ബുക്ക് നല്ല ബുക്ക് തന്നെയാണെന്ന് പറഞ്ഞു. കവർ വേറെ ഒന്നുമില്ല, നമ്മുടെ എന്താ പറയാ, ഒരു രീതിയിൽ ആദം ഹവ്വയുടെ ഒരു പിക്ചർ ഇമാജിനേഷനിൽ ആൾക്കാർ പറയാറില്ലേ, ഫുൾ ന്യൂഡായിട്ടുള്ള, ന്യൂഡിറ്റി കാണിക്കുന്നൊന്നുമില്ല, ബട്ട് സംവാട്ട് സിമിലർ ടു ദാറ്റ് പിക്. അങ്ങനെയാണ് ആ ബുക്കിന്റെ കവറ്. ഞാനത് വായിച്ചു നോക്കി. വായിച്ചു തുടങ്ങിയപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ ഒരു വൾഗാരിറ്റിയും ഇല്ല, നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ലൈക്ക് അതിനകത്ത് കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഈ ഓതർ തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കഥ. നമ്മൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ടെക്നോളജി ഒക്കെ ഇംപ്രൂവ് ചെയ്ത് എങ്ങനെയായിരിക്കും നമ്മളുടെ ലൈഫ് എന്നുള്ള രീതി അസ്യൂം ചെയ്തിട്ട് അതിങ്ങനെ എഴുതിയിരിക്കുകയാണ്. അത് നവരസങ്ങളിലൂടെയാണ് ഓരോ ചാപ്റ്ററും പോകുന്നത്. രസമായിട്ട് തോന്നി. ഓക്കെ രമ്യ, റെഡിയാണോ? മാം, ആ ഓതറിന്റെ പേര് നിഖിൽ കമൽ. ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ട് മാം ചെയ്യാം. നിങ്ങളുടെ കൈ ഒന്ന് മാറ്റിയാൽ മതി. കൈ മാറ്റി. ഓക്കെ ആണോ മാം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താഴെ വീണോ?
ഞാൻ ഓക്കെ ട്ടാ. നമ്മൾ ഇവിടുന്ന് ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ബ്രീത്തിങ് എടുക്കുക. ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ ഇവിടെ താഴ്ത്തുന്ന ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് ബ്രീത്ത് എടുക്കുക. എല്ലാവരും 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യാട്ടാ. എന്നിട്ടാണ് താഴത്തേക്ക് കൈയാക്കേണ്ടത് കേട്ടാ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കിട്ടിയോ? ഒന്നുകൂടി കാണിച്ചു തരട്ടെ. കാണിച്ചു തരട്ടെ. ചെയ്യണ്ട ആരെങ്കിലും? ഞാൻ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എന്റെ തൊട്ട് ബാക്കിൽ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്. സോ എനിക്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു മൂവ്. എന്താ മാം കേൾക്കണില്ല? നെറ്റ്വർക്കും ഇഷ്യൂ ഉണ്ട്. തൊട്ട് ബാക്കിൽ ടേബിൾ ഉണ്ട്. സോ എനിക്ക് ചെയ്യാൻ അതാ പറ്റാത്തത്. എനിക്ക് നടക്കാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ മാം. അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രീത്ത് എടുക്കുക. നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. 2 മിനിറ്റ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യാട്ടോ. ഓക്കെ, മനസ്സിലായോ? എല്ലാരും ചെയ്തോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഇനി നമ്മളത് ബ്രീത്തിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു മാത്രം കേട്ടോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് മാമി ക്യാമറ കറക്റ്റ്. അടുത്തത് കാണാനോ കേട്ടോ. അടുത്ത എല്ലാവരും കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. പിടിച്ചോ? എനിക്ക് കാണാനില്ല. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് കൈ മടക്കുക. മാവി ഇങ്ങോട്ട് കാണിച്ചു. കൈ മടക്കി പിടിക്കുക. എന്നിട്ട് കൈ നമ്മുടെ കൈയില്ലേ ഈ ഭാഗം റൊട്ടേറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് കൈ പിടിക്കണം. എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ മാവി ഇങ്ങോട്ട് കാണിക്കും. റൊട്ടേറ്റ് ചെയ്യണം. മോള് ക്യാമറ പിടിക്കുന്നത് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുക. കാണാനുണ്ടോ? പിന്നെ തിരിച്ചും റൊട്ടേറ്റ് ചെയ്യാം. അതൊരു 10-15 വട്ടം ചെയ്യാം കേട്ടോ. മനസ്സിലായോ? വീണ്ടും ചെയ്യണോ? മനസ്സിലായി. ഓക്കെ. പിന്നെ നമ്മുടെ ഷോൾഡറിനായിട്ടുള്ള ചെറിയൊരു പമ്പ്. ഷോൾഡറിൽ എല്ലാവരും ഇങ്ങനെ വെക്കുക. കൈയ്യ് ഇങ്ങനെ. എന്നിട്ട് ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ തിരിച്ചും ചെയ്യാം. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണു. കിട്ടിയോ? ഓക്കെ. പിന്നെ നമ്മുടെ കാലിന് മുട്ടിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. മുട്ട് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. മുട്ടുവേദന ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ചെയ്യാം. അതൊന്ന് താത്തി പിടിക്കുന്നേ. നമുക്ക് ഇങ്ങനെ പകുതിയായിട്ട് ഇരിക്കാം. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. മുട്ട് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാൻ പ്രശ്നമുള്ളവരോ മുട്ടുവേദന ഉള്ളവരോ ഒന്നും ചെയ്യല്ലേ. അല്ലാത്തവര് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. മുട്ട് റൊട്ടേറ്റ് ചെയ്യാ. തിരിച്ചും ചെയ്യാം കേട്ടോ. പിന്നെ കാല് നീട്ടി പിടിക്കുക. എന്റെ കാല് കാണാണ്ടോ? ഇവിടെ ക്യാമറ പിടിക്കണ ക്യാമറമാൻ ശരിയല്ല, അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ്. കാണാണ്ടോ കാല്? അതായത് കാൽപാദം റൊട്ടേറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രമ്യ. കുഴപ്പമില്ല. ഓക്കെ. ചെയ്യേണ്ടത് ഇനി പാദം റൊട്ടേറ്റ് ചെയ്യാം. പാദം കാല് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് പാദം മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് തിരിച്ചും ചെയ്യാം. മനസ്സിലായോ? ആരെന്താ പറയട്ടെ? മനസ്സിലായി. എല്ലാരും ഇൻവോൾവ് ചെയ്ത് ചെയ്യുവാന്ന് തോന്നുന്നു. ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് മറുപടി
ഫിറ്റ്നസ് എന്താന്ന് പറഞ്ഞപ്പോ ചെയ്യേണ്ടതായിരുന്നു. അന്ന് എന്റെ ക്യാമറ പ്രശ്നമായിരുന്നു. ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല. ക്ലാസ്സിലൊക്കെ പോണ കാരണം വന്നിട്ട് പണികളൊക്കെ ഉള്ള കാരണം ഇവര് നാളെ മാലയിടും മക്കളും ഹസ്ബൻഡ്. അപ്പൊ മലയ്ക്ക് പോവാൻ ശനിയാഴ്ച പോണത്. അപ്പൊ എനിക്ക് അത് കാരണം നേരം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓടി വന്ന് ജോയിൻ ചെയ്തതാ. അപ്പൊ എനിക്കൊന്നും കറക്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെതായി കുറെ പ്രശ്നങ്ങൾ വന്നതാണ് കേട്ടോ. സോറി കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായി. താങ്ക് യു രമ്യ. ഇത് എത്ര സമയം ചെയ്യാൻ രമ്യ? അതെ, എത്ര ഇതാ ടൈം ചെയ്യാം? ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ 2 സെക്കൻഡ് ഇപ്പൊ ഹോൾഡ് ചെയ്തേ. നമുക്കൊരു എന്താ പറയാ 1 2 3 എണ്ണി നമുക്കൊരു 15 വരെ ആക്കാം. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്. ആദ്യമൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം നമുക്കൊരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് തുടങ്ങാം. അവിടെ നിന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ നമ്പർ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ ഷോൾഡർ ആയാലും കൈ ആയാലും പിന്നെ ഇനിയുണ്ട് എൽബോക്കൊക്കെ ഉള്ളതുണ്ട്, കുറെ ഉണ്ട്. ഞാൻ അതിലെ 3-4 മാത്രം പറഞ്ഞു തന്നതാ. ഇനി എന്താ പറയാ, നമുക്ക് ഇനി സമയമുണ്ടല്ലോ, ഇനി എപ്പോഴെങ്കിലും പറയാം. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും എക്സസൈസ് ചെയ്യാൻ ചെറിയ എക്സസൈസുകൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞു തരാം. ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ചെയ്തു തരാം കേട്ടോ, കാണിച്ചു തരാം. ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണു. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു ഓൾ. ഓക്കെ, ദാറ്റ് വാസ് വെരി ഗുഡ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. നല്ലൊരു നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ആ ഒരു ജോയിന്റിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കുറച്ച് അധിക സമയം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് വരും. ഉണ്ട് മാം, ഞാനിപ്പോ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ആരും ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, ഒരു ബോഡി മൂവ്മെന്റ്സും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ ഒറ്റ എക്സസൈസ് ചെയ്യണില്ലെങ്കിലും ഈ വാമപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. ഇതിനിടയ്ക്ക് മെസ്സേജ് വന്നൊന്നും കണ്ടില്ല. പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇതിനുള്ള റിപ്ലൈ ഒക്കെ ആയിരുന്നില്ലേ? ഓക്കെ, ഫൈൻ. സോ ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറ്റർഡേ ഒരു കുറച്ച് സമയം ക്ലാസ് വെക്കുന്നത് കൊണ്ട് മാം എനിക്ക് പറ്റില്ല, ഇവരുടെ കിട്ടുന്നറ സാറ്റർഡേയോ എപ്പോഴാ? വൈകിട്ടാ. ഞങ്ങള് രാവിലെ പോവും. വടക്കുനാഥനിലാണ് തൃശ്ശൂര്. അപ്പൊ രാവിലെ പോവും. വേറൊന്നുമല്ല, നെക്സ്റ്റ് തേഴ്സ്ഡേ ഞാൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്കിലെ തേഴ്സ്ഡേ കേട്ടോ, ഈ തേഴ്സ്ഡേ അല്ല. ഞാനൊരു നമുക്ക് സൺഡേ പറ്റും മാം. ഞാൻ പിന്നെ സൺഡേ എല്ലാവർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സൺഡേ പറയാതിരുന്നത്. സൺഡേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറ്റർഡേ ആയിരിക്കും ഞാൻ വിചാരിച്ചു. നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയും. നെക്സ്റ്റ് വീക്കിലെ സാറ്റർഡേയോ സൺഡേയോ എനിക്ക് പറ്റില്ല. ഞാൻ വ്യാഴാഴ്ച പോകും. അതാണ് സൺഡേ പല പല കാര്യങ്ങൾ, ചില ഫങ്ഷൻസ് എല്ലാം ഈവനിങ് ഒക്കെ വരും സൺഡേ. കുഴപ്പമില്ല, നമുക്ക് അതങ്ങ് ഇതാക്കാം. ഒരു നവംബർ 20th നിങ്ങളുടെ ഈ മോഡ്യൂൾ അങ്ങ് തീർത്തിട്ട് നിങ്ങളെ സ്റ്റഡി ലീവിന് വിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഓക്കെ ആണെന്ന് പറഞ്ഞു. ഏത് ദിവസം സജന? സാറ്റർഡേ കുഴപ്പമില്ല. സാറ്റർഡേ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ ബ്രദറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ബ്രദർ മരിച്ചിട്ട് ഒരു 7 years ആകുന്ന ആ ഒരു നാള് നമ്മൾ നോക്കുന്നത്. നാള് വരുന്നത് ഫ്രൈഡേ ആണ്. അപ്പൊ ഞാൻ തേഴ്സ്ഡേ വൈകിട്ട് പോകും. എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞാൽ ലേറ്റ് ആവും. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ പിന്നെ സൺഡേ തിരിച്ചു വരുള്ളൂ. ഞാൻ 22nd 21st ഞാൻ പോകും. അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാസ് പോവല്ലോ എന്ന് ഓർത്തിട്ട് ശരണ്യ മിസ്സും കൂടെ പോയി കഴിഞ്ഞപ്പോഴേ പകരം ഒരാള് അങ്ങനെ ഇല്ല. ഞാനും അശ്വതി മിസ്സും മാത്രമല്ലേ. മിസ്സിന് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് 3 days ഒക്കെ മിസ്സിന് പറ്റുള്ളൂ ക്ലാസ് എടുക്കാനായിട്ട്. അതുമല്ല മിസ് വീട്ടിലിരുന്നല്ലോ എടുക്കുന്നത്. മിസ്സിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വരണ്ടേ രാത്രി. അതുമല്ല ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്, എനിക്ക് ക്ലാസ്സുള്ള ദിവസം മാമിന് ഫസ്റ്റ് ബാച്ചിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. സാറ്റർഡേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലോ കുട്ടികളോട്. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. ഈ വീക്ക് അങ്ങനെ പോട്ടെ. അപ്പൊ നമുക്ക് നവംബർ 20 എന്നുള്ളത് മാറ്റി ഒരു 1 വീക്കും കൂടെ പോർഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിക്കുന്നുണ്ട്. പോർഷൻ തീർന്നു. അതാ ഞാനൊന്ന് കൺഫേം ചെയ്തത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള യൂണിറ്റ് 5 എടുത്തതല്ലേ പാർട്ട് 3 എടുത്തതാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ
യെസ്, അതിന് തൊട്ട് മുമ്പുള്ള തേർഡും ഫോറും ആണ് എടുക്കേണ്ടത്. ശരണ്യ മാം യൂണിറ്റ് 2 വരെയാണ് എടുത്തത്. തേർഡും ഫോറും എടുക്കണം. 5 എടുത്തു, 6 എടുത്തു, 7 ആണ് നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. സോ 8, 9, 10 എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മൂവ്മെന്റ്, ടെൻഡൻസീസ് ഓഫ് മാൻ, മോണ്ടിസോറി ടേംസ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബാച്ചസ് കൂടുതലായപ്പോഴേക്കും മറ്റേത് 2 ബാച്ച് മാത്രമേ ഇപ്പൊ ഓർമ്മയിൽ നിൽക്കുകയായിരുന്നു. ഇല്ല, ഇപ്പൊ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എടുത്താണോ? എടുത്തിട്ടില്ല. മൂവ്മെന്റ് എടുക്കണം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സ്, 5 യൂണിറ്റ്സ് പാർട്ട് 3 ഇപ്പൊ 7th യൂണിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അശ്വതി മാം പാർട്ട് 4 എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് തീരുമ്പോ അങ്ങ് വെക്കാം. നവംബർ ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് ആകുമ്പോഴേക്കും തീരുന്ന വിചാരിക്കാം. നമ്മൾ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നത്. അത് ഞാൻ സാറ്റർഡേ പറയാൻ കാരണം തേഴ്സ്ഡേയിലത്തെ നിങ്ങളുടെ ക്ലാസ് പോകുമല്ലോ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ സാറ്റർഡേ ചോദിച്ചത്. അപ്പൊ ഒരു ദിവസം ലീവ് ആയാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും സാരില്ല മാം, മാം പോയിട്ട് വരും. വീട്ടില് കാര്യങ്ങളല്ലേ. താങ്ക് യു സോ മച്ച്. മാം ഒരു ദിവസമല്ലേ ലീവാണുള്ളൂ, ഞങ്ങൾ എത്ര ദിവസം ലീവാണ്ട്? മാം ഒരു ദിവസമല്ലേ ലീവാണുള്ളൂ, ഞങ്ങൾ എത്ര ദിവസം മാം ഇത്രയും റിസ്ക് എടുക്കുന്നത് ക്ലാസ് കേൾക്കാതിരിക്കണ്ട്. അപ്പൊ മാം ഒരു ദിവസം ലീവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ വീട്ടിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത് കേട്ടോ. ഒരു കാരണവശാലും പാഴാക്കരുത്, ഒട്ടും പാഴാക്കരുത്. പാരന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ദിവസം കടക്കുമ്പോഴേക്കും അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അവര് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് അതിന്റെ വില അറിയൂ. ഞാനത് അനുഭവിക്കുന്ന വ്യക്തിയാ. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ എത്ര വേണമെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യും, ഉറപ്പായിട്ടും. താങ്ക് യു. സോ നമുക്കിപ്പോ നോക്കാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് 3ഉം 4ഉം ഒക്കെ കഴിഞ്ഞ് ഇതിലേക്ക് വരേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് യൂണിറ്റ് 3 പിന്നീട് എടുക്കാം. അതിലെ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരാം. യൂണിറ്റ് 3യുടെ ഞാനിത് ഷെയർ ചെയ്യുന്നില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങളോട് അതിലെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതായത് ഹ്യൂമൻ ലൈഫും അനിമൽ ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഞാൻ ചോദിച്ചിരുന്നോ ക്ലാസ്സില്? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിക്കും. ഹ്യൂമൻ അതായത് മനുഷ്യന്റെ കുട്ടികളും മൃഗങ്ങളുടെ കുട്ടികളും തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്താണ്? മൃഗങ്ങളുടെ കുട്ടികൾ ബൈ ബർത്ത് തന്നെ ഒരു എഴുന്നേറ്റ് നടക്കുമല്ലോ. അതെ. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നാൾ കഴിഞ്ഞ മുമ്പ് ചരിയാൻ തന്നെ തുടങ്ങുക. അതെ, ചില കാര്യങ്ങളിൽ നമ്മുടെ സപ്പോർട്ടും ശരിക്കും വേണം അവർക്കല്ലേ. ഇപ്പൊ പശുക്കുട്ടി, ഒരു പശു പ്രസവിച്ച അതിന്റെ കിടാവ്, അത് പശുക്കുട്ടിയോ കാളക്കുട്ടിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പശു അപ്പൊ തന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അത് ആ 4 കാലും കുത്തി അങ്ങ് എണീക്കുക അല്ലെ. നമുക്ക് കാണുമ്പോ തന്നെ നമുക്കൊരു പെയിനാ കാലില്. അത് കാണുമ്പോൾ പ്രസവിച്ച് ഒരു അല്പസമയം കഴിയുമ്പോഴേ അത് വേച്ച് നടന്നാൽ പോലും അതങ്ങ് എണീറ്റങ്ങ് നിൽക്കും. നിമിഷ നേരം കൊണ്ടാണ് അത് എണീറ്റ് നിൽക്കുന്നതും. പിന്നെ വേച്ചാണെങ്കിലും നടക്കുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഓടി നടക്കണ കാണാം. നമ്മുടെ മനുഷ്യക്കുട്ടി അങ്ങനെ ആവുന്നുണ്ടോ? എത്ര മാസങ്ങൾക്ക് ശേഷമാണ് അത് നടക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. പിടിച്ച് നടക്കുന്നു, വീഴുന്നു, വീണ്ടും നടക്കുന്നു. അങ്ങനെ അത് കറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം മൃഗങ്ങളുടെ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. നാച്ചുറൽ ഡെവലപ്മെന്റ് 2 കാറ്റഗറിയിലും സംഭവിക്കുന്നതിന്റെ വ്യത്യാസം, ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ടില്ലേ കാങ്കുറുന്റെ പ്രത്യേകത എന്താ? കങ്കാരു കുഞ്ഞിന് സഞ്ചിയില് അതിന്റെ വയറിന്റെ അവിടെ തന്നെ കൊണ്ടു കിടക്കും. ഈ കുട്ടി ജനിക്കുമ്പോ തന്നെ കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിന്റെ അമ്മയുടെ മടിയിലുള്ള പൗച്ച് എനിക്ക് കയറിയിരിക്കാനുള്ളതാന്ന്? അത് അതിലേക്ക് ചാടിക്കേറിയിരിക്കും. അതിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. പിന്നെ സീ ടർട്ടൈൽ, കടലാമകള്, അതുങ്ങൾ മുട്ടയിടുന്നത് എവിടെയാ? കരയിലാണ്. കരയിലും മണ്ണില്. ഇപ്പൊ കടലിലുള്ളതാകുമ്പോ ബീച്ച് സൈഡിലെ സാൻഡിലായിരിക്കും കുഴിയൊക്കെ കുഴിച്ച് മുട്ടയിടുന്നത്.
ഈ മുട്ടയിട്ടിട്ട് ചില സമയത്ത് ഈ കടലാമകൾ എങ്ങോട്ടെങ്കിലൊക്കെ മാറും. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ആമ കുഞ്ഞുങ്ങള് അവരോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവര് നേരെ കടലിലേക്ക് ഇറങ്ങിപ്പോണത്. ഓക്കെ. പിന്നെ റിസർച്ച് ഒക്കെ ഫൗണ്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഡിനോസേഴ്സ് അല്ലേ, നമ്മളൊന്നും കണ്ടിട്ടില്ല. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു പോയതാണ്. അതിന്റെ പിന്നെ പല വേർഷൻസ് ആണ് പല പല ജീവികളായിട്ട് ഉണ്ടായതെന്നൊക്കെയാണ് റിസർച്ച് പറയുന്നത്. ഈ ഡിനോസേഴ്സ് മുട്ടയിടുന്നവരായിരുന്നു. ഇവര് മുട്ടയിട്ട് കഴിഞ്ഞവർ ആ ഭാഗത്തു നിന്ന് പോകുന്നാണ് പറയുന്നത്. നമ്മൾ മൂവീസിൽ അമ്മ ഡിനോസർ കുഞ്ഞു ഡിനോസറിനെ നോക്കിയിരിക്കുന്നതും മുട്ട നോക്കിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇവര് ഹെഗ് ലേ ചെയ്തിട്ട് ഇവർ ആ പ്രദേശം വിട്ടങ്ങ് പോകും. ഈ ഡിനോസർ കുഞ്ഞുങ്ങൾ തന്നെത്താനെ മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വന്ന് അവര് തന്നെയാണ് സർവൈവ് ചെയ്യുന്നത്. അങ്ങനെ കുറെ അനിമൽസിൽ തന്നെ കുറെ. പിന്നെയും നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റുന്നത് കിളിക്കുഞ്ഞുങ്ങൾ. ഫിലിം ഉണ്ട് ടീച്ചർ, അതിൽ കാണിക്കുന്നുണ്ട് എല്ലാ അനിമൽസിന്റെ ബേബീസ് ചെയ്യണത്. ഓ ശരി. നമ്മുടെ കിളികളോ അവര് കൂട് കൂട്ടിയിട്ട് മുട്ടയിട്ട് അമ്മക്കിളി അതിൽ തന്നെ ഇരുന്ന് അടയിരിക്കും. അച്ഛൻ കിളി പോയിട്ടായിരിക്കും ഫുഡ് കൊണ്ടിരുന്നത്. ഈ കിളികൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്ത് അതുങ്ങളെ പറക്കം ഉച്ച കഴിയുമ്പോഴാണ് ഇവരങ്ങ് ഫ്രീ ആവുന്നത്. അവരുടെ രീതി അങ്ങനെ ഓരോ അനിമൽസിനെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അവരുടെ കുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളുടെ മനുഷ്യ കുഞ്ഞുങ്ങളുടെ ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് എടുക്കാൻ വളരെയധികം സമയമെടുക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് കുട്ടി ജനിച്ച് പുറത്തേക്ക് വരുമ്പോ അതിലൊരു സ്പിരിച്വൽ എംബ്രിയോ ഉണ്ടാവും എന്ന് പറയാം. എന്താ എംബ്രിയോ? ഭ്രൂണമാണോ? ഭ്രൂണം. ഭ്രൂണം. ഈ മെയിൽ സെല്ലും ഫീമെയിൽ സെല്ലും കൂടെ കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഫോം ചെയ്യുവാണ്. അത് ഒരു സ്റ്റേജ് അങ്ങ് കഴിയുമ്പോഴേക്കും അത് എംബ്രിയോ ആയിട്ട് മാറി. ഈ എംബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യക്കുഞ്ഞിന്റെ രൂപമൊന്നും ആയിട്ടില്ല. ഏതാണ്ട് ഇങ്ങനെ വാൽമാക്രി പോലെ തലയുടെ ഭാഗം ഇങ്ങനെ വന്നു, കാലും കൈയൊന്നും ഫോം ചെയ്തിട്ടില്ല. ഒരു ജീവനുള്ള ഒരു മാംസപിണ്ഡം, ആ രീതിയിലാണ് ഈ എംബ്രിയോ ഇരിക്കുന്നത്. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കൈയും കാലും എല്ലാം ആകും, കണ്ണും മൂക്കും എല്ലാം ആകും. എല്ലാ ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ പാർട്ടും എല്ലാമായി ഫോം ചെയ്ത് ഒരു മനുഷ്യ രൂപമായി കഴിയുമ്പോഴാണ് അമ്മയുടെ മുമ്പിൽ നിന്ന് ഇത് പുറത്തേക്ക് വരുന്നത്. ആ ഒരു 9 months ടൈമാണ് നമ്മൾ പറയാറ്. പുറത്തേക്ക് വരുമ്പോൾ പിന്നെ അത് ഒരു ബേബിയാണ്, അത് എംബ്രിയോ ഒന്നുമല്ല. എംബ്രിയോ സ്റ്റേജ് കഴിഞ്ഞു. പക്ഷെ മറിയ മോണ്ടിസോറി പറയുന്നത് അതിന്റെ ഫിസിക്കൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്തു, ബട്ട് സ്പിരിച്വൽ എംബ്രിയോ ഇസ് ദയർ. കുട്ടിയുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിന് ടൈം എടുക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് എംബ്രിയോ സ്റ്റേജിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് ഒരു 3 years ഒക്കെ കഴിയുമ്പോഴാണ് അത് ശരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു ഏജ് സ്പാൻ 3 to 6 years ഇവർക്ക് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പൊ ആ ഒരു ടൈം സ്പാനിൽ ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും, അവരുടെ ബുദ്ധി വികസിക്കും, മാനസിക വളർച്ച കൂടും, അവരെല്ലാ കാര്യങ്ങളും ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് 3 കഴിഞ്ഞിട്ടെന്ന് മോണ്ടിസോറി പറയുന്നു. അപ്പൊ ആ ഒരു 3 to 6 years ഇവർക്ക് മാക്സിമം ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്താൽ അവരുടെ ഔട്ട്കം വളരെ റിസൾട്ട് ഉള്ളതായിരിക്കും. അപ്പൊ അവര് അഡൾട്ട് ആകുന്നവരെയും അത് ഫോളോ ചെയ്യും എന്നുള്ള രീതിയിലാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സോ അല്ലാതെ നമ്മൾ അഡൾട്ട് ആയി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ നന്നാക്കാൻ പോവുക അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡെഫിനറ്റ്ലി ദർ ഈസ് സംതിങ് കോൾഡ് ജീൻസ് അല്ലെ. അച്ഛന്റെ സൈഡിൽ നിന്നും കിട്ടും, അമ്മയുടെ സൈഡിൽ നിന്നും ജീനും കുട്ടിക്ക് കിട്ടും. 23 chromosome ഫ്രം മദർ സൈഡ്, 23 chromosome ഫ്രം ഫാദർ സൈഡ്, ഓൾ ടുഗദർ 46 chromosome. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ബട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് കുട്ടി വളരുന്ന സാഹചര്യം, എൻവയോൺമെന്റ് നല്ലതാണെങ്കിൽ കുട്ടിയുടെ ഇപ്പം ചെറിയൊരു ഡിസ്റ്റർബൻസസ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ തന്നെയും ആ ജീൻ മൂലം ഉണ്ടാകുന്നത് നമുക്ക് ഈ എൻവയോൺമെന്റിലൂടെ കുറേയേറെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ട് 3 യൂണിറ്റ് 7 യെസ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. പക്ഷെ അതിനു മുമ്പ് നമ്മളുടെ യൂണിറ്റ് 3 ഉണ്ട്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഇത്
കണ്ടിന്യൂസ് വന്നാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാന്ന് വിചാരിച്ചു. മറ്റേത് മാം പാരലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നല്ലോ, പെട്ടെന്നല്ലേ പോയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം മോണ്ടിസോറി പറയാം. അത് അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിച്ചു വരുമ്പോഴേ വളരെ നിഷ്കളങ്കരാണ്. അവർക്കൊന്നും അറിയില്ല ലോകത്ത് നടക്കുന്ന കള്ളങ്ങളെ കുറിച്ചോ തെറ്റുകളെ കുറിച്ചും ഒന്നും അവർക്കറിയില്ല. പക്ഷെ ഈ പല കുഞ്ഞുങ്ങളുമാണ് വലുതായി ടെററിസ്റ്റുകളാവുന്നു, റേപ്പിസ്റ്റ് ആവുന്നു, കള്ളന്മാരാവുന്നു, മർഡർ ആവുന്നു, കൊലപാതകളാകുന്നു. അപ്പൊ അവരുടെ വളരുന്ന സാഹചര്യം ആണ് കുറെയൊക്കെ അവരെ അങ്ങനെ ആക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു കുട്ടി, +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല ബ്രില്യന്റ് ആണ്, ഒരു മോളാണ്. അപ്പൊ നല്ല പോലെ പഠിക്കും, വളരെ ഇന്റലിജന്റ് ആണ്. ഈ കുട്ടി അതിന്റെ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളാണ്. അത് അച്ഛനും അമ്മയ്ക്കും കാത്തിരുന്ന് കല്യാണം കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മോൾ ഉണ്ടാകുന്നത്. കുഞ്ഞ് ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ തുടങ്ങി കുഞ്ഞ് അതിനെ അറിവ് വയ്ക്കുന്ന പ്രായം തുടങ്ങിയ കുട്ടി കാണുന്നത് അച്ഛന്റെ അമ്മയുടെയും വഴക്കം. ഭയങ്കര വഴക്ക്. കുട്ടി പറയും, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ വഴക്ക്. അത് പറയണേ ഒരു സില്ലി കാര്യത്തെ ചൊല്ലിയായിരിക്കും അവർ വഴക്ക്. ഒരു പക്ഷെ എനിക്ക് ഇട്ട പേരിനെ ചൊല്ലി വരെ അവർ വഴക്കിട്ടിട്ടുണ്ടെന്നാ പറയാൻ കുട്ടി. അങ്ങനെ വഴക്കായി, ഡിവോഴ്സായി 2 വർഷം എന്തോ കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു. അപ്പം അമ്മ വേറെയും കല്യാണം കഴിച്ചു. സോ അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തപ്പോഴേക്കും അമ്മയുടെ ലൈഫ് സെറ്റിലായി. അമ്മ ഭയങ്കര ഹാപ്പിയായി. കാരണം അമ്മ മനസ്സിൽ ഉദ്ദേശിച്ച പോലുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടി. കാരണം ഹസ്ബൻഡുമായിട്ടുള്ള ലൈഫ് അത്രയും ടഫായിരുന്നു അവർക്ക്. സോ അവരൊക്കെ. ബട്ട് ഒരു സൈഡിൽ കുഞ്ഞ് ഇങ്ങനെ അതിങ്ങനെ ബ്രോക്കൺ ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇമോഷണൽ നീഡ്സ് ഒന്നും കേൾക്കാനോ അതാക്കാനോ ആരുമില്ല. സോ ആ കുട്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ. ആ കുട്ടി ഷെയർ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ വളരെ ഹാപ്പിയാണ്, അപ്പൊ എനിക്ക് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആ ഒരു പെൺകുട്ടിക്ക് അത് ടീനേജിലേക്ക് കടക്കുമ്പോ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ഒക്കെ വരാം. ചില ഇമോഷണൽ നീഡ്സ് ഒക്കെ വരും. ചില കുട്ടി പറയുന്നത്, ആവശ്യമില്ലാത്ത തോട്ട്സ് എന്റെ മനസ്സിൽ വരണം, ഞാൻ എന്താ ചെയ്യാ? ആ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ അതിന്റെ ഒരു പ്രശ്നം. അത് ഒരു സുഹൃത്തിനെ പോലെ അമ്മ അടുത്തുണ്ടെങ്കിൽ ഷി ക്യാൻ മാനേജ് എവറിത്തിങ്. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് അതിന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ പോകുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള മിടുക്കിയായ ഒരു കുട്ടി. അത് നമ്മൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മാം ഉണ്ട് പാലക്കാടുള്ള, ഞാൻ ആ മാമിനോട് ഇത് ഷെയർ ചെയ്തു. സൈക്കോളജിസ്റ്റ് ആണ്. മാമിനോട് ഷെയർ ചെയ്തു. മാം പറഞ്ഞു, ഞാൻ ഈ കുട്ടിയുടെ പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ, എനിക്കിത് വേറൊരാളും കൂടെ വേണ്ടി വരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം പറയില്ല, ഞാൻ കണക്ട് ചെയ്ത് തരാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. കാരണം അതിന് പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ സിറ്റിങ്ങിനും ഭയങ്കര പേയ്മെന്റ് അല്ലേ, അങ്ങനെ കൊടുക്കാനും അമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ അതിനറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന, ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കും. അപ്പം അതുമല്ല, അവരറിയാതെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ കാശില്ല. സോ അങ്ങനെ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംഭവം അതിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഓക്കെയാണ്, പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് കണ്ടു, അതിന്റെ 2 ഫ്രണ്ട്സുമായിട്ട് നിൽക്കുന്നത്. ഞാൻ അതിന് തംസപ്പ് ഒക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിട്ട് മറുപടിയൊക്കെ പറഞ്ഞു, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിരിക്കും. നൗ ഷീ ഈസ് സംവാട്ട് ഓക്കെ. പക്ഷെ എന്നാലും ഹോണ്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഉള്ളൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും കൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ എൻവയോൺമെന്റിന്റെ ഡിഫറൻസ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഒരു ഭയങ്കരമായിട്ട് അവര് സ്ട്രഗിൾ ചെയ്യും ചില സമയത്ത്. ഓക്കെ, സോ ആസ് ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ്, നമുക്ക് നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മളുടെ വീട്ടിലെ എൻവയോൺമെന്റ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമ്മളുടെ മക്കളുടെ ഫ്യൂച്ചറിന് അത് നല്ലതായിരിക്കും. നമ്മൾ സ്കൂളിൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് ആണെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് നമ്മൾ നല്ല രീതിയിൽ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ സുജാത ഇപ്പൊ പറഞ്ഞില്ലേ, ആ ബുക്ക് വായിച്ചപ്പോ ഞാനങ്ങ് പോസിറ്റീവായി. പക്ഷെ എനിക്ക് ഒരിക്കലും സുജാതയോട് സംസാരിച്ചപ്പോ സുജാത നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാ തോന്നിയത്. ബട്ട് സംഭവം ഉള്ളിൽ ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും, എവിടെയൊക്കെയോ എനിക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. ഒരിക്കലും സുജാത നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരി മാം, എനിക്കൊരു ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതെ. ചേച്ചിയോട് സംസാരിക്കുമ്പോ ഒക്കെ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്.
ഓക്കെ, സോ അപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മളത് പറയും. മറിയ മോണ്ടിസോറി ഇതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഹ്യൂമണില് നാച്ചുറൽ ഡെവലപ്മെന്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഫിസിക്കലി ഒരു ടൈം എടുക്കും, മെന്റലി അതിനും ടൈം എടുക്കും. അനിമൽസിൽ അവര് ജനിച്ചു വീഴുമ്പോഴേ അവർ പെട്ടെന്ന് തന്നെ നാച്ചുറൽ ഡെവലപ്മെന്റുമായിട്ട് അവർ യൂസ്ഡ് ആവുകയാണ്. അത്രയും ഹ്യൂമണിൽ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമ്മൾ എവിടം വരെ ആയി എന്നൊന്നും അല്ലെങ്കിൽ പറയാമോ? ഞാനത് മടക്കി വെച്ചത് ഞാൻ തന്നെ മാറ്റി വെച്ചു. നമ്മുടെ മെറ്റീരിയൽസ് കുറച്ച് വന്നിട്ടുണ്ട്. സോ മൊഡ്യൂൾ 3 ആവുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഈസി ഫോർ us to do. നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ ഇതിന്റെ ഒപ്പം പാരലായിട്ട് കുറേശ്ശെയായിട്ട് ചെയ്തോളൂ കേട്ടോ. ഇതൊന്നും ഡെവലപ്മെന്റ് ഓഫ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ? ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അവിടെ. ഓക്കെ, അതിവിടെ മോണ്ടിസോറി ഫെൽറ്റ് ദാറ്റ് ആ പാരഗ്രാഫ് എടുക്കുന്നു. ഇതൊക്കെ ആയോ ബേസിക് റൂൾസ്? പേജ് നമ്പർ 13. എനിക്ക് പേജ് നമ്പർ ബുദ്ധിമുട്ടായി. എന്റെ പേജ് നമ്പർ 52 ഒക്കെയാ. ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസറി ടീച്ചർ. അതെ, ഇത് അഡൽട്ട് ഹാസ് ബിക്കം എക്കോ സെൻട്രിക് എന്ന് പറഞ്ഞുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടോ മാം? അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എടുത്തതാണോ ഞാൻ ഈ സ്ക്രോൾ ചെയ്യുന്ന ഭാഗം? ഇല്ല, ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസറി ഫെസിലിറ്റേറ്റർ. ഞാനത് എന്റെ കയ്യിലെ ഹാർഡ് കോപ്പിയിൽ എടുത്തു വെച്ചു. ഈ സോഫ്റ്റ് കോപ്പിയിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ ഇതൊക്കെ എടുത്തു കഴിഞ്ഞതാണോ? യെസ്, ഇത് കഴിഞ്ഞതാണ്. ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളത് നമ്മൾ മറന്നു കഴിഞ്ഞു. 5th പാര. ക്വാളിറ്റീസ് കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞു മാം. അതിലൊരു ഫിഫ്ത്ത് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. The adult has become egocentric. Okay. അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ? Okay, if anyone is ready, please read. ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ വായിച്ചു. Yes, ma'am. The adult has become egocentric in relation to the child, not egoistic, but egocentric. Thus, he considered everything from the standpoint of its reference to himself, and so misunderstands the child. It is this point of view that leads to a consideration of the child as an inert and incapable being for whom everything must be done, as a being without. Finally, the adult acts as though he were the child's creator and considers good and evil in the child's actions from the standpoint of relation to himself, and in adopting such an attitude, which unconsciously cancels the child's personality, the adult feels a conviction of zeal, love, and sacrifice. Okay. സോ ഈഗോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ്. അഡൾട്ടിന് എപ്പോഴും അവരുടെ ഒരു താല്പര്യം പുഷ് ചെയ്യുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോ അവര് പറയുന്ന പോലെ അവർ വരച്ച വരയിലൂടെ നിങ്ങൾ അത് സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മേ ബി ഇപ്പോഴുള്ള പാരന്റ്സ് ഒക്കെ കുറെയൊക്കെ മാറ്റമുണ്ട്. ചില പാരന്റ്സിന് അങ്ങനെ കണ്ടിട്ടുണ്ടാകാം. അവര് വരയ്ക്കുന്ന ഒരു വരയിൽ കൂടെ കുട്ടി പോകണം. അപ്പൊ എപ്പോഴും നിങ്ങൾ സർവേ എടുത്തിട്ടില്ലെങ്കിൽ സർവേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് സോഷ്യൽ ലൈഫിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള പാരന്റ്സിനെ കാണുവാണെങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ വേറെ ആയിട്ട് കാണാം. പിന്നെ ചെയ്തിട്ടില്ലാത്തവര് നമ്മളുടെ തന്നെ ഒരു ട്രെയിനി ഒരു അഭിപ്രായം പറയണ്ടായിരുന്നു. യെസ് ഓർ നോ മാത്രല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ എല്ലാ ടൈമിലും യെസ് ആയിരിക്കില്ല, എല്ലാം നോ ആയിരിക്കില്ല. സംടൈംസും കൂടെ ഒന്ന് ചേർക്കാമോ എന്ന് ആ കുട്ടി ചോദിച്ചു. വേറൊരു ബാച്ചിലെ കുട്ടി ചോദിച്ചാണേ. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അഡൽട്ട് എപ്പോഴും ഒരു ഈഗോസെൻട്രിക്, ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആ ഒരു രീതിയിലായിരിക്കും.
ഈഗോയിസ്റ്റിക് എന്നുള്ള രീതിയിലല്ല, സെൽഫ് സെന്റേർഡ്, തന്നിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി വരണം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ്, അവരുടെ വ്യൂ പോയിന്റ് എപ്പോഴും അവരുടെ സൈഡിൽ നിന്നായിരിക്കും. അവരെ തന്നെ റെഫർ ചെയ്ത്, ഞാൻ ചെറുതായിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു, ഞാൻ സ്കൂളിൽ നിന്ന് ഇത്ര ദൂരം നടന്നാ പോയത്, ഇതേപോലെ ബസ്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു പെൻസിൽ തീർന്നു വരുമ്പോഴേ അടുത്ത പെൻസിൽ കിട്ടുള്ളായിരുന്നു, അങ്ങനെയൊക്കെ പറയാറില്ലേ? ഓക്കെ, അതാണ് പറയുന്നത്. അവരെപ്പോഴും അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കും. ഞങ്ങളൊക്കെ ഇത്ര ദൂരം നടന്നാണ് പോയത്, നിനക്ക് തൊട്ടടുത്ത് സ്കൂൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മുന്നിൽ നിന്ന് തന്നെ വണ്ടി കിട്ടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കമ്പാരിസൺ പറയാറുണ്ടല്ലോ. സെയിം തന്നെ, അതാണ് ഒരു അഡൽട്ടിന്റെ രീതി, അങ്ങനെയുണ്ട്. അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് അവരെപ്പോഴും സംസാരിക്കുള്ളൂ. അപ്പം അഡൽട്ട് പറയേണ്ടത് അവര് തന്നെ കുട്ടികളുടെ ഒരു ക്രിയേറ്റർ, അതായത് ഞാൻ എന്ത് പറയണോ അത് കേൾക്കണം, ഞാൻ പറയുന്ന രീതിയിൽ നീ നടക്കണം, ഞാൻ പറയുന്ന രീതിയിൽ ആ രീതി പറയും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കക്ഷി അധികം പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഗവൺമെന്റ് ജോബ് ഉണ്ട്, മോനെ ഇങ്ങനെ എപ്പോഴും കൺട്രോൾ ചെയ്യും. കാരണം ഈ അച്ഛൻ ഭയങ്കരമായിട്ട് റിലീജിയസ് ഇതുള്ളതാണ്, എപ്പോഴും അമ്പലത്തിലൊക്കെ പോകും. മോൻ ആ ഒരു ടീനേജ് ആയി, അങ്ങനെ പോവാൻ അങ്ങനെ താല്പര്യപ്പെടാറില്ല. സോ എന്നെ പോലെ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകണം, ഇതൊക്കെ അപ് ടു ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറെ കഴിയുമ്പോഴായിരിക്കും അവനിൽ ആ തോട്ട്സ് വരുന്നത്. ഇനി അഥവാ പോയില്ലെങ്കിൽ തന്നെയും ഉള്ളിൽ ആ ഒരു ഫീൽ ഉണ്ട്, ദൈവത്തിനെ ചിന്തിക്കുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവുമായിരിക്കും കുട്ടികളിൽ. പക്ഷെ അവരിങ്ങനെ പോയി അത് എക്സ്പ്രസ് ചെയ്യാറുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ നീ വരുന്നുണ്ടോ എന്റെ കൂടെ എന്നല്ല ചോദിക്കുന്നത്, എന്നെ പോലെ നീ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകണം, ഞാൻ ചെയ്യുന്നതാണ് ശരി, നീ ചെയ്യുന്നത് ശരിയല്ല, ആ രീതിയിൽ പറയുന്ന ഒരു രീതി നമുക്ക് പക്ഷെ ഇവരിലേക്ക് കൊടുക്കണം. ആ ഒരു നമ്മളുടെ ഒരു ട്രഡീഷൻ, നമ്മുടെ ബിലീഫ്, കാരണം ഇവരുടെ മോറൽ വാല്യൂ ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. നമുക്ക് അതിൽ നിന്നെല്ലാം എല്ലാ ഏതൊരു ബിലീഫ് നമ്മൾ നോക്കിയാലും മോറൽ സൈഡ് നന്നാക്കുന്ന പീസ് ആൻഡ് ഹാർമണി തന്നെയാണ് എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല ഒരു റിലീജിയസ് ബിലീഫും ഉദ്ദേശിക്കുന്നത്. എല്ലാവരിലും സന്തോഷം, സമാധാനം, ബ്രദർഹുഡ്, സാഹോദര്യം, അതൊക്കെയാണ് എല്ലാ മതവിശ്വാസങ്ങളും പറയുന്നത്. ബട്ട് ഈ സംടൈംസ് പാരന്റ്സും ടീനേജേഴ്സും തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഇതാണ്. എനിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് പള്ളിയിൽ പൊക്കൂടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ പൊക്കൂടെ, പ്രയർ ചെയ്തൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു ഇതുണ്ടാവും. പക്ഷെ കുട്ടികള് അവരുടെ ഉള്ളിലുണ്ട്, ഇങ്ങനെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ്, ഞാൻ ചെയ്യുന്ന രീതിയിൽ നീ പോകണം. അതായത് അവര് തിങ്ക് ചെയ്യുന്നത് കുട്ടിയെ ഉണ്ടാക്കി ആ ഒരു മോൾഡ് ചെയ്തെടുക്കുന്നത് ഞാനാണ്, ആ ഒരു രീതിയിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് ക്യാൻസൽസ് ദ ചൈൽഡ്സ് പേഴ്സണാലിറ്റി. ആ കുട്ടിയുടെ തന്നെ വ്യക്തിത്വം നഷ്ടപ്പെടും. അവനെ തന്നെ ഒരു നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വത്താന്നോ അങ്ങനെയൊക്കെ പറയില്ലേ, അവന്റെ ആ തന്മയി ഭാവം, ആ ഒരു കറക്റ്റ് പേഴ്സണാലിറ്റി അവന്റെ ഡെവലപ്പ് ആകാതെ വരും. ആരുടെയോ എടുത്ത് അവൻ അണിയുന്ന പോലെ ഒരു മാസ്ക് ഇട്ട പോലെ ആയി പോകും കുട്ടി. ഓക്കെ, പിന്നെ അഡൽട്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ അവരുടെ സാക്രിഫൈസ് കാര്യങ്ങളൊക്കെയാ പറയാ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു, ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. യെസ്, അവര് കുട്ടികളോട് ചോദിക്കുന്നത് എന്താ, ശരിയാണ്, എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കഷ്ടപ്പെട്ടു. പക്ഷെ അതെപ്പോഴും ഇങ്ങനെ അവരെ സ്വയം ഗ്ലോറിഫൈ ചെയ്യണേ എന്തിനാന്ന് കുറെ ടീനേജേഴ്സ് ഒരേ ഡയലോഗ് ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാ അവർ ചെയ്ത കാര്യങ്ങൾ അവർ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഐ നോ ദാറ്റ് ഷീ ഹാഡ് ഡൺ ലൈക്ക് ദാറ്റ്, ഷീ സാക്രിഫൈസ്ഡ് എവരിതിങ് ഫോർ ഫാമിലി, അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയും. ബട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഗ്ലോറിഫൈ ചെയ്യണേ എന്തിനാന്ന് കുട്ടികൾ ചോദിക്കണേ. പല കുട്ടികളും ടീനേജേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആയിട്ട് വായിക്കാമോ? 6 minutes ഉള്ളൂ, ഞാൻ വേഗം സ്ക്രോൾ ചെയ്യാം. ഇവിടെ വരെ ഫോളോ ഹിം. Dr. Montessori, ma'am. Yes, please. Dr. Montessori also says that adults must aim to reduce their individualistic and dictatorial attitudes towards the child and adopt a passive attitude in order to aid in his development. They must approach children with humility and recognize their role as a secondary one. The adult must recognize that he must take second place, endeavor all he can do, understand the child, and to support and help him in the development of his life. This should be the aim of a mother and a teacher. If the child's personality is to be helped to develop, since the child is weaker, the adult with his stronger personality must hold himself in a check
and taking his lead from the child, feel proud if he can understand and follow him. സോ ഇങ്ങനെയുള്ള രീതികൾ വന്നപ്പോൾ മറിയ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഡൽട്സ് ആ ഒരു രീതി മാറ്റിയില്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെടും. കുട്ടിയുടെ ഡെവലപ്മെന്റിന് അതൊരു ഹിൻഡ്രൻസ്, ഒരു ബ്ലോക്കിംഗ് ആയിട്ട് തന്നെ നിൽക്കും. കുട്ടികളിലൊരു ഹംപിൾനെസ്, അവരോട് ആ രീതിയിൽ ഹ്യൂമിലിറ്റിയോടുകൂടി ഹംപിൾ, ഒരു കാരണം നിഷ്കളങ്കരായ കുട്ടികളാണ്. അവരെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കമ്പൽ ചെയ്ത് ഡിസിപ്ലിൻ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാവരുത്. അവരോട് വളരെ ഹംപിളായിട്ട്, മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടേഴ്സ് അങ്ങനെയാണ്, വളരെ ഹംപിളായിട്ടാണ് കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്നതും അവരോട് പെരുമാറുന്നതും. സോ അത് ആ രീതി കുട്ടികളിലേക്ക് റിഫ്ലക്റ്റ് ആവുക, അവരത് ഫോളോ ചെയ്യും. മറ്റേ ഷൗട്ട് ചെയ്യുമ്പോഴേക്കൊക്കെ കുഞ്ഞിന്റെ കണ്ണിലെ ആ ഒരു പേടി നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കുറെ നേരം അവരുടെ കണ്ണുകളിൽ ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളുടെ നേരെ ഷൗട്ട് ചെയ്യുകയോ അവരെ തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ കുറെ നേരം കണ്ണിൽ ഭയങ്കര ഒരു പേടിയാ. അവർക്ക് അന്നത്തെ ദിവസം ഒരു ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ഞെട്ടി എണീക്കും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളിൽ. സോ അത് ഒക്കെ അതുകൊണ്ടാണ് കുട്ടികളോട് ഒരു ഹ്യൂമിലിറ്റിയോട് കൂടി പെരുമാറണം. അവരുടെ ഇമ്പോർട്ടൻസ്, അവർ ഇമ്പോർട്ടന്റ് ആണ് ആ ലൈഫിൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ, ആ യൂണിവേഴ്സിൽ അവരുടെ ഇമ്പോർട്ടൻസ്. എല്ലാ കുട്ടികളും എല്ലാ ജീവജാലങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ അവരും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവരോട് പെരുമാറണം എന്ന് പറയുന്നത്. സോ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ഡെവലപ്മെന്റിന് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ചില പാരന്റ്സ് ഒക്കെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന കാണാം. ചില ടീച്ചേഴ്സ്, ഇപ്പൊ മോളിങ്ങനെ കഴിഞ്ഞ ദിവസം അവളുടെ ക്ലാസ്സിൽ 2 ടീച്ചർമാരെ പറ്റി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ടീച്ചർമാരെ പറ്റി പറഞ്ഞത് വേറൊന്നുമല്ല, ക്ലാസ് ടീച്ചറെ അവൾ പറഞ്ഞത്, ഫസ്റ്റ് ഇവള് ക്ലാസ് ടീച്ചറെ പറ്റി ഇങ്ങനെ പറയുമ്പോ എന്നോട് പറഞ്ഞിരുന്നു ക്ലാസ് ടീച്ചർ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് ക്ലാസ് ടീച്ചറോട് സംസാരിച്ചത്, ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് റോങ്. അവർക്കൊരു ടീച്ചറുടെ ക്വാളിറ്റിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം അവരിലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ മോളോട് പറഞ്ഞില്ല കേട്ടോ, കാരണം അവൾ അത്രയും റോൾ മോഡലായിട്ട് ഈ ടീച്ചറെ ഫസ്റ്റ് ഇയർ ചെന്നപ്പോ മനസ്സിൽ വിചാരിച്ചിരിക്കുക. ലാസ്റ്റ് വീക്ക് ഞാൻ അവളെ കാണാനായിട്ട് പോയിരുന്നു. സൺഡേ പോയപ്പോ അവളിങ്ങനെ എന്നോട് പറയാ, ഷീ ഈസ് വെരി കണ്ണിങ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ആ ടീച്ചർ ഭയങ്കര കണ്ണിങ് ആണ്. അവളുടെ ക്ലാസ് ടീച്ചറെ കുറിച്ച് ഫസ്റ്റ് ഇയർ അവള് ചെന്നപ്പോഴുള്ള ആ ഇംപ്രഷൻ അല്ല ഇപ്പൊ അവൾക്കുള്ളത്. കാരണം അവരുമായിട്ട് പലതവണ പേഴ്സണലി എനിക്ക് സംസാരിക്കേണ്ട വന്നു. ക്ലാസ് ടീച്ചറുമായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പോ, ഇപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളെ പറ്റി ടീച്ചേഴ്സ് കൺസേണോടുകൂടി നമ്മളോട് സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെ ഉള്ള രീതിയിൽ പറയും. അപ്പൊ എനിക്ക് അതൊക്കെ ഞാൻ വളരെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ പറയും. ഇവര് പറയണത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ കണ്ണിൽ എല്ലാ കുട്ടികളും ആരെങ്കിലും ഒക്കെ ബോയ്സുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിൽ ഇവരെല്ലാ കുട്ടികളെയും നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഇയർ സമയത്ത് ഇവരങ്ങനെ മോളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ അടുത്ത് വന്നൊരു പയ്യൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇവള് എനിക്കിപ്പോ അങ്ങനത്തെ തോട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്ത്, ഈ പയ്യന് ദേഷ്യം വന്നു. നോ പറഞ്ഞപ്പോ അവന് ദേഷ്യം വന്നപ്പോ അവൻ കഥയുണ്ടാക്കി ഫുൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക്. അവൾക്ക് വേറെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് അവൾ എന്നോട് നോ പറഞ്ഞത്. അത് കേട്ടപ്പോ അവൾക്ക് ദേഷ്യം വന്നു. അവൾ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് പയ്യനോട് നോ പറഞ്ഞത്. അവള് ചെന്നിട്ട് അവനെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ എന്റെ അടുത്ത് ഷെയർ ചെയ്തു. ഞാനത് കേട്ട് ഞാൻ അത് ഇതാക്കിയുള്ളൂ. നമ്മളായിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, കാരണം അവരത് അവിടെ സോർട്ട് ഔട്ട് ചെയ്തു. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മാം എന്നോട് ഇങ്ങനെ ഭയങ്കര സംശയം പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മാം ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയൊന്നുമില്ല, അത് അവൾ അവിടെ സോർട്ട് ഔട്ട് ചെയ്തു. പിന്നെ അതിലെന്താ പ്രശ്നം? അവരെന്നോട് ചോദിക്കും ഏത് ക്ലാസ്സിലാ, അവളുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നതാണോ? ഇപ്പോഴേ ഞാൻ അവരെ അന്നേയും ഫസ്റ്റ് ഇയർ എന്നെ അളന്നു. അപ്പൊ ഈ സെക്കൻഡ് ഇയർ വന്നപ്പോഴും ഇവർ എന്നോട് ഇങ്ങനെ പറയുകയാണ്, അപ്പൊ ഇവൾക്ക് സെക്കൻഡ് ഇയർ ആയപ്പോ ഭയങ്കര സ്ട്രെസ് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ്. അങ്ങനെ വന്നപ്പോ നമ്മൾ എൻട്രൻസ് കോച്ചിങ് നിർത്തിക്കോളാൻ പറഞ്ഞു, സ്കൂളിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടും കുട്ടി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, ഞാൻ മാനേജ് ചെയ്തോളാം. കാരണം നമ്മൾ പേയ്മെന്റ് കൊടുത്തു എന്നുള്ള ഒരു വിഷമത്തിൽ പറയാ. ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യണ്ട, ബോർഡ് എക്സാമിന്റെ മാർക്കാണ് നിന്റെ ഒരു ക്രൈറ്റീരിയ, എൻട്രൻസ് കിട്ടുമോ ഇല്ലയോ അതൊന്നും ഒരു പ്രശ്നമില്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളങ്ങ് റിലാക്സ്ഡ് ആയി. പിന്നെ മറ്റേത് സ്കൂളിലേയും പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാവും. അപ്പൊ അതിന് ആ മിസ് എന്നോട് പറഞ്ഞതാണ്, അവൾ ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ, അതുകൊണ്ട് അവൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞു.
ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ മോളോടും അത് പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ടൈം ചെന്നപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു ഷീ ഈസ് വെരി കണ്ണി. സ്വന്തം ക്ലാസ് ടീച്ചറെ കുറിച്ച് പറഞ്ഞത്. വേറൊരു മിസ് ഉണ്ട്, അവര് ബയോളജി പഠിപ്പിക്കുന്ന, ഭയങ്കര ഇഷ്ടമാണ്. അവള് പറയുന്നത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം, എല്ലാ ക്വാളിറ്റീസും ഉള്ള നല്ലൊരു മിസ് എന്നൊക്കെ പറഞ്ഞ ബയോളജി ടീച്ചർ ഇങ്ങനെ കുറെ നേരം പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. അപ്പൊ ഇതാണ് സം ടീച്ചേഴ്സ് ആർ ലൈക്ക് ദിസ്. അവരെന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇങ്ങനെ. അപ്പൊ അവരെ ഓർക്കണം, നമ്മൾ ഇത്രയും ദൂരെയാണ്, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോഴേ എനിക്ക് പിന്നെ അത് കുറെ പിന്നെ നമ്മള് കുട്ടികള് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ രീതികൾ. അത് പറയുമ്പോൾ അവരുടെ കണ്ണിൽ ശരിക്കും നോക്കാം, അത് പറയണത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അത് ഒരു ഡിഫറൻസ് ആണ് അവർക്ക് കിട്ടുന്ന. കുട്ടികൾ എപ്പോഴും പറയും എനിക്ക് നല്ല ടീച്ചേഴ്സിനെ, ഞാൻ പോകുന്ന സ്ഥലത്ത് നല്ല ടീച്ചേഴ്സിനെ, നല്ല ഫ്രണ്ട്സിനെയും കിട്ടണം. കാരണം എന്റെ ഒരു ഗ്രോത്തിന് അവര് രണ്ടുപേരും നല്ല ആയിട്ട് ഗുഡ് ഫാക്ടേഴ്സ് ആയിട്ട് വരണം എന്നുള്ള രീതിയിൽ. അവള് പറഞ്ഞു സ്കൂളിൽ ചെന്നപ്പോ നല്ല ഫ്രണ്ട്സിനെയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. 10th വരെയും പഠിച്ച സ്കൂൾ ഒരു കോൺവെന്റ് സ്കൂൾ. ആ സ്കൂളിലെ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു. മോശമായ രീതിയിൽ ഇവരെ നോക്കുപോലും ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരായിരിക്കില്ല ഇനി നീ ഓരോ ക്ലാസ്സിലേക്കും പോകുന്നത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോഴേ എന്നോട് വന്നു അമ്മ പറഞ്ഞത് ശരിയാണ്, എന്റെ 10th ഉണ്ടായിരുന്ന എന്റെ കൂടെയുള്ള ആൺകുട്ടികളെ പോലെയല്ല അവിടെയുള്ള ആൺകുട്ടികൾ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു റിഫ്ലക്ഷൻസ് ഒക്കെ കുറെ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. ഇതിങ്ങനെ കറക്റ്റ് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇവര് ഹൈഡ് ചെയ്യില്ല നമ്മുടെ അടുത്ത് നിന്ന് പലതും. സോ ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Good night.